അലി കടുകശ്ശേരിയുടെ ഒരു കവിത ചൊല്ലട്ടെ. 4 വയസ്സുള്ളോരുണ്ണിക്കുട്ടൻ, കവിതയുടെ പേര് സൈലന്റ് മോഡ്. 4 വയസ്സുള്ളോരുണ്ണിക്കുട്ടൻ, കരച്ചിലും വാശിയും ബഹളം തന്നെ. അമ്മയ്ക്കൊരു പുതുബുദ്ധി തോന്നി, സ്മാർട്ട് ഫോൺ കയ്യിൽ കൊടുത്തു നോക്കി. മാസങ്ങൾ പലതും കടന്നുപോയി, അമ്മയ്ക്കിന്ന് ആശ്വാസമേറെയായി. വാശിയും കരച്ചിലും ഒന്നുമില്ല, ഓട്ടവും ചാട്ടവും ഇല്ലേ ഇല്ല. മുറ്റത്തു വന്ന കിളികളെയും പൂക്കളിൽ തേനുണ്ണും വണ്ടിനെയും തഞ്ചത്തിൽ പാറുന്ന തുമ്പിയെയും ഉണ്ണിക്കുട്ടൻ പിന്നെ കണ്ടതില്ല. പൂച്ചയെ കണ്ടില്ലൊരണ്ണാനെ കണ്ടില്ല, മാനത്തും മണ്ണിലും നോക്കിയില്ല. മഴ വന്നതറിഞ്ഞില്ല, വെയിൽ വന്നതറിഞ്ഞില്ല, മൊത്തത്തിൽ സൈലന്റ് മോഡിലായി. ഞാൻ ഇന്നലെ വായിച്ച, അതുകൊണ്ട് ബൈഹാർട്ടാക്കാൻ പറ്റിയില്ല, അതാ മൊബൈൽ നോക്കി പാടേണ്ടി വന്നത്. മൊത്തത്തിൽ സൈലന്റ് മോഡ്. മൊബൈലും പൂട്ടി ടിവിയും പൂട്ടിയിട്ട് അപ്പൂപ്പൻ ഇരിക്കുന്ന കട്ടിലിനരികിൽ അച്ഛനും അമ്മയും കൊച്ചുമക്കളും വട്ടത്തിലിരുന്ന് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറച്ചല്? ആ പോകുന്നതാരാ? അത് ഗോപാലേട്ടൻ, മഹാവൃത്തികെട്ടവനാ. ബഷീർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് മെമ്പർ മഹാബദ്ധോ, MLA പോക്ക്, മന്ത്രിമാർ വഷളന്മാര്, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി അതിലും ഭീകരൻ, എല്ലാരും മോശ. ഒരാളുണ്ട് ലോകത്ത് നല്ലത്, അത് ഞാൻ മാത്ര. നമ്മുടെ പത്രങ്ങളിൽ തൂങ്ങിച്ചത്തവും കെണ്ടത്തുള്ളിയതല്ലാതെ നല്ല ഒരു വാർത്ത വായിക്കാൻ, ചാന്ദ്രദൗത്യം സെക്കൻഡിനെ പറ്റിയിട്ട് ഞാനൊരു സ്കൂളിലെ രക്ഷകർത്തൃ ജനറൽ ബോഡി ചോദിച്ചു. അവര് പോയവരില്ലേ, ഇപ്പൊ രണ്ടാമത് പോയവർ തിരിച്ചു വന്ന ദിവസം അന്ന് പത്രത്തിൽ മനോഹരമായൊരു മുഖപ്രസംഗം വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരാളും വായിച്ചിട്ടില്ല. ഹേയ്, അതല്ല ആര് വായിക്കുന്നു? അത് വായിക്കുന്നില്ല. ഹൃദയം തുറന്ന് പോസിറ്റീവിനെ പറ്റി ചർച്ച നടക്കുന്നില്ല. കുറ്റമാണ് എല്ലാം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്നതിന് പകരം യു ആർ നോട്ട് ഓക്കെ. തെളിവ് തരണോ? 7 മണിക്ക് ശേഷം നിങ്ങൾ കാർ കൊടുത്ത് റോഡിലേക്ക് ഇറങ്ങോ, എതിരെ വരുന്ന വണ്ടി എത്ര ആള് ഡിമ്മ് തരും? ഡിമ്മ് അങ്ങ് തിരുവനന്തപുരം പോയിട്ട് വാങ്ങിക്കൊണ്ട കൊടുക്കേണ്ടതല്ലോ. കൈ ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് മരിച്ചാലും കുഴിയിൽ പോയി മറഞ്ഞാലും തരൂലടാ ഞാൻ ഡിമ്മ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഡ്രൈവർമാരെല്ലാം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ നാളാ. എനിക്ക് മാത്രമുള്ളതായി ഈ റോഡ്. അത് ഇവിടുന്ന് ഉണ്ടായ കുട്ടികളല്ല ഉത്തരവാദി. വീട്ടിൽ നിന്നുള്ള ചർച്ചയാ, സ്കൂളിൽ നിന്നുള്ള ചർച്ചയാ, ദോഷൈക ദൃക്കുകളാവുന്ന എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്ന ചർച്ചകൾ.